കുര്യാക്കോസ് വെള്ളച്ചാലിൽ അതിഥികളെല്ലാവരും പറയുന്നത്, നേരത്തെ ഞാനും സൂചിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് പുറത്തെവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് വളരെ സാങ്കേതികമായി രണ്ട് വശങ്ങൾ അല്ലെങ്കിൽ പല വശങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ അല്ല. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ തൊട്ടില്ല എന്ന മട്ടിലാണ് കടുവയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവരെത്രയോ കാലമായി ജീവിക്കുന്ന മേഖല, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പട്ടാപ്പകൽ അത്രയും സങ്കീർണമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് വയനാട് അത്രയും വലിയ ഒരു പ്രക്ഷോഭം ഉണ്ടായത്. ഒരു ഹർത്താൽ ആഹ്വാനത്തോട് സാധാരണഗതിയിൽ സാധാരണക്കാർ പ്രതികരിക്കുന്ന രീതിയിലുമല്ല അവിടെ ഉണ്ടായ ആൾക്കൂട്ടം എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസത്തെ ഈ സമരം കൊണ്ട് വയനാടിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് കൈവന്നിട്ടുണ്ടോ? നിലവിൽ നമുക്ക് ആ തരത്തിലേക്ക് ഒരു വിശ്വാസത്തിലേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ഉദ്യോഗസ്ഥ അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ വലിയ വീഴ്ച കാണേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഒരു അപകടമുണ്ടായിട്ട് നമ്മുടെ ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്മാർ എത്തുകയും ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാനും അതോടൊപ്പം ഈ പ്രശ്നം ചർച്ച ചെയ്യാനും എത്ര വൈകിയാണ് അവർ വന്നതെന്നുള്ളത് ഇവിടുത്തെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. രാവിലെ 9 മണി കഴിഞ്ഞ് 9:30 ഡെഡ് ബോഡി ഈ പുൽപ്പള്ളിയിൽ എത്തിയിട്ട് 12 മണി കഴിയേണ്ട വന്നു ഒരു ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഒരാൾക്ക് അവിടെ എത്താൻ. ഇത്രമാത്രം മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. മനുഷ്യജീവന് വയനാടിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ യാതൊരുവിധ സുരക്ഷയുമില്ല. അതുകൊണ്ടാണ് ഇന്ന് ജനം ഇത്രമാത്രം സംഘടിച്ചത്. ഹർത്താലായിരുന്നു, വാഹന സൗകര്യമില്ല. എന്നിട്ടും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഓടിക്കൂടി. കാരണം ഇത് ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമല്ല, ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നമല്ല. ഇതിന്ന് ഈ ജില്ലയുടെ മുഴുവൻ പ്രശ്നമായി ജനം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കല്ലെങ്കിൽ മറ്റൊരാൾക്കിത് സംഭവിക്കുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. ഇവിടെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഇരുന്നിട്ട് ആളുകൾക്കത് ചർച്ച ചെയ്യുന്നതൊരു കൗതുകമാണ്. എന്നാൽ ഈ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഈ ക്രൂര മൃഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ജീവിക്കുന്നവരെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആക്രമണമുണ്ടായി, മരിച്ചവരുടെ സ്ഥിതി ഒരു ഭാഗത്ത്, അവരുടെ കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടു. മറ്റൊന്ന്, ഈ ആക്രമണമുണ്ടായി അതിൻ്റെ ഷോക്കിൽ നിന്ന് ഇന്ന് വരെയും വിമുക്തരാകാത്ത എത്രയോ ആളുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ അജീഷിൻ്റെ ആ മരണത്തിൽ സംഭവിച്ചത്, ആ ആന ആക്രമിച്ച് വേണ്ടി കടന്നു ചെന്ന ആ കുടുംബത്തിൻ്റെ സ്ഥിതി, ഇതുവരെയും അവർ ആ ഷോക്കിൽ നിന്ന് വിമുക്തരായിട്ടില്ല. ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ നിന്ന് ആ കുടുംബത്തെ ആര് രക്ഷിക്കും? അപ്പോൾ ഇവിടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വനവും അതുപോലെ തന്നെ നാടും തമ്മിൽ വേർതിരിക്കപ്പെടണം. വർദ്ധിച്ചു വരുന്ന ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ വനസംരക്ഷണം നടക്കണം. അവിടെ യൂക്കാലിപ്സും തേക്കും കൊണ്ട് നട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ വെള്ളം ഉണ്ടാകുക, പുല്ലുണ്ടാകുക? ഇത് ചെയ്തത് പാവപ്പെട്ട ജനങ്ങളല്ല. അതാര് ചെയ്തു? അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഒരു ക്രമാതീതമായി ഇത് വംശവർധന ഉണ്ടായാൽ അത് വിദേശ രാജ്യങ്ങളൊക്കെ വളരെ ക്രിയാത്മകമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ഒരു നിയന്ത്രണത്തിൻ്റെ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണ്ടേ? മനുഷ്യജീവന് പുല്ലുവില എന്ന നിലയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതാണ് ഇന്ന് ജനങ്ങൾ ഇത്രമാത്രം സംഘടിക്കാൻ കാരണമായിരിക്കുന്നത്.